തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവ് നസ്രത്തിലെ തിരുക്കുടുംബം തൊഴിലുകൾ ചെയ്തുകൊണ്ട് അവരെ കാത്തുപരിപാലിച്ചത് നമുക്കറിയാം. പരിശുദ്ധ അമ്മയെയും ഉണ്ണിയായ ഈശോയെയും കാത്തുപരിപാലിക്കാനായിട്ട് അധ്വാനത്തിലൂടെ കാത്തുപരിപാലിച്ച വിശുദ്ധ ഔസേപ്പിതാവിനെ നാം പ്രത്യേകമായി അനുസ്മരിച്ച ദിവസമാണല്ലോ മെയ് 1-ാം തീയതി. നമുക്കറിയാം, രണ്ടാമതായിട്ട് നമുക്കറിയാം പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന മാസമാണ് മെയ് മാസം മുഴുവൻ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സുവിശേഷ ഏടുകളിൽ കാണുന്ന ഇപ്രകാരമാണ്: അവളെല്ലാം ദൈവഹിതത്തിന് കാതോർത്തു എന്നാണ് കാണുന്നത്. ദൈവഹിതത്തിന് കാതോർക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് തേടി യാചിക്കേണ്ട മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും ദൈവഹിതം നിറവേറ്റവരേണ്ടവരാണെന്ന് കൂടുതൽ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നാം ഒരുങ്ങുകയാണ്. മെയ് 24-ാം തീയതിയാണ് പെന്തക്കോസ്താ തിരുനാൾ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ പഠിപ്പിക്കുമെന്ന് സഭ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയെയും വിശുദ്ധ ഔസേപ്പിതാവിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ഉണ്ണിയായ ഈശോയുടെ നിയോഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ കാലയളവിൽ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഉയർപ്പ് കാലം 5-ാം ഞായറിൻ്റെ ഈ ദിവസം തിരുസഭ വചനവിചിന്തനായിട്ട് നമുക്ക് നൽകുന്നത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് നിയോഗങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്താനായിട്ട്, പാപങ്ങൾ മോചിക്കാനായിട്ട് അവർക്ക് അധികാരം നൽകിയവരെ നിയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ 72 പേരെ പ്രത്യേക നിയോഗങ്ങളായിട്ട് ദൈവം അയക്കുകയാണ്. ഒന്നാമതായിട്ട് ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് അവരെ നിയോഗിക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്താനായിട്ട് അവരെ നിയോഗിക്കുകയാണ്. ഈശോ വിളിക്കുന്നത് വ്യക്തിപരമായിട്ടാണെങ്കിലും അയക്കപ്പെടുന്ന എപ്പോഴും സംഘാതപരമായിട്ടാണ്. കൂട്ടായ്മയുടെ ഇതിലേക്കാണ് എപ്പോഴും ഈശോ അയക്കുന്നത്. മിഷണറി പ്രവർത്തനം എപ്പോഴും സഭാത്മകമാകണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഓരോരുത്തരും ദൗത്യം നിറവേറ്റുന്നത് എൻ്റെ വ്യക്തിപരമായ ദൗത്യമല്ല, സംഘാതമായ സമൂഹപരമായ ദൗത്യം നിറവേറ്റവരാണ് ഓരോ ക്രിസ്ത്യാനിയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അയക്കപ്പെടുന്നവൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അയക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ, നിയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സമാധാനം ആശംസിക്കാൻ, സമാധാനം കൊടുക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് സമാധാനമായിത്തീരുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കാനായിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ പ്രസംഗിക്കേണ്ടത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. നാം ഓരോരുത്തരും സമാധാനത്തിൻ്റെ വക്താക്കളായി തീരുവാനായിട്ട്, നമ്മുടെ സമൂഹം ദൈവരാജ്യത്തിൻ്റെ സമൂഹങ്ങളായി തീരുവാനായിട്ട് സഭ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്രകാരമാണ് നമുക്ക് സമാധാനം സ്ഥാപിക്കാനായിട്ട് സാധിക്കുക. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ദൈവരാജ്യം നമ്മിൽ തന്നെ എന്നുള്ള മനോഭാവം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലുമെല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ സമാധാനത്തിൻ്റെ വാഹകരായിട്ട് നാം ഓരോരുത്തരും മാറുകയാണ്. മനുഷ്യനിൽ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ഈ അസ്വസ്ഥതകൾ, സമാധാനമില്ലായ്മകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ കാലയളവിൽ ദൈവത്തെ മറന്ന് ദൈവസ്നേഹത്തെ മറാണ് അവിടെയൊക്കെ അസമാധാനം ഉണ്ടാകുന്നത്. എൻ്റെ വ്യക്തിപരമായ ബുദ്ധിയെ ആശ്രയിച്ച് ഞാൻ ജീവിക്കുമ്പോൾ, എൻ്റെ വ്യക്തിപരമായ ആഗ്രഹത്തിന് പുറകെ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അസമാധാനമുണ്ടാകും. ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവിക കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള എൻ്റെ ആഗ്രഹം വർദ്ധിക്കുമ്പോൾ അവിടെ സമാധാനത്തിൻ്റെ ദൂതൻ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തും. സമഗ്രമായ ഒരു സമാധാനമാണ് സഭ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ സമാധാനമല്ല, വ്യക്തിപരമായ സമാധാനമല്ല, ഞാൻ ആയിരിക്കുന്ന സമൂഹം മുഴുവൻ സമഗ്രമായ ഒരു സമാധാനത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ സമാധാനം നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നത്? ദൈവപുത്രനായ ഈശോയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കുന്നത്
അവിടുത്തെ പുത്രനായ മിശിഹായിലൂടെയാണെന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. നിലനിൽക്കുന്ന ആനന്ദം നമുക്ക് ഓരോരുത്തർക്കും കൈവരിക്കാനായിട്ട് ഈ കാലയളവിൽ പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ മിശിഹായുടെ സമാധാനം നമ്മിലേക്ക് കടന്നു വരും. ഞാൻ മൂലം മറ്റുള്ളവരിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കണ്ടുമുട്ടുന്നവരിൽ മിശിഹായുടെ സമാധാനം കൊടുക്കാനും കൂടി ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാഹകരായി തീരുവാനായിട്ട് ഈ കാലയളവിൽ ഇന്ന് പ്രത്യേകമായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. രോഗികളെ സുഖപ്പെടുത്തുന്നത് എപ്പോഴാണ് ഒരാൾക്ക് രോഗിയായി തീരുന്നത്? നിത്യമായ ജീവിതത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം വരുമ്പോഴാണ് അല്ലെങ്കിൽ രോഗിയായി തീരുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ദൈവീക കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സൗഖ്യം നമ്മൾ ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവരാജ്യം നമ്മൾ വീണ്ടും പ്രഘോഷിക്കേണ്ട പ്രകാരമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. പ്രഘോഷിക്കുക. ദൈവത്തോട് കൂടിച്ചേർന്നുള്ള കൂട്ടായ്മയാണ് ദൈവരാജ്യമെന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ മനസ്സിലാക്കിയവർ ദൈവരാജ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവരാജ്യം വിസ്തൃതമാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ഈശോ മിശിഹ നമ്മിൽ സമീപസ്ഥനായിരിക്കുന്ന പോലെ മറ്റുള്ളവരിലും സമീപസ്ഥനാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട്, എന്നിൽ ഈശോ വസിക്കുന്നുണ്ടെങ്കിൽ അവരിലും ഞാൻ കണ്ടുമുട്ടുന്നവരിലും ദൈവിക സാന്നിധ്യമുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ, ഞാൻ കാണുന്ന വ്യക്തി ഈശോയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവനോട് എൻ്റെ സമീപനം വ്യത്യസ്തമായിരിക്കും. ഈശോയെ കണ്ടുകൊണ്ട് അവരെന്നെ നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ അവനിലും മറ്റുള്ളവരിലുമെല്ലാം സമാധാനമുണ്ടാകും. നമ്മൾ 72 പേരെ അയക്കുമ്പോൾ ഇനി 72 പേരെ അയക്കുന്നത് ഞാൻ നിങ്ങളുമാണെന്നുള്ള മനോഭാവത്തോടെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ചെല്ലുന്നിടങ്ങളിൽ ഈശോയുടെ സമാധാനം കൊടുക്കുവാനും ഒക്കെയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.